ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവൽ നമുക്കങ്ങനെ ചാർട്ട് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവൽ. കാരണം നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവലുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് എല്ലാ ടൈം ഫ്രെയിമിലും വർക്കൗട്ട് ആവും. അതുപോലെ എല്ലാ ടൈം ഫ്രെയിമിലും നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ചാർട്ട് നോക്കി ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, ആ ടൈം ഫ്രെയിമിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 hour ടൈം ഫ്രെയിമാണ്. ഇത് ഏതെങ്കിലും ഒരു ചാർട്ടായിട്ട് കണ്ടാൽ മതി, ഇന്ന ചാർട്ടെന്നൊന്നും നോക്കണ്ട. അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ XAUUSDയുടെ ഗോൾഡിൻ്റെ ചാർട്ട് ഒന്ന് നോക്കുക. ഇവിടുന്ന് മേപ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ലൊരു ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ ഹയർ ലോയിലാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഈ ഒരു ഏരിയ മുതലാണ് മാർക്കറ്റ് ഇവിടം വരെ ഒരു ബിഗ് മൂവ്മെൻറ്റ് പോയത്. അപ്പം ഈ ഒരു ഏരിയ എന്തായി? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ഏരിയ. കാരണം ഇവിടെ നിന്നാണ് ഈ ഒരു 1 hourൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് പോയത്. അപ്പോൾ തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറാം, ഒരു എക്സ്ട്രീം സപ്പോർട്ടായിട്ട് മാറാം. ഇനി അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്നും നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് തിരിച്ച് ഇവിടം വരെ പോയി. ഓക്കെ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറാം. ഇനിയും ഇത് ഹയർ ലോയിൽ പോകുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു, തിരിച്ച് വീണ്ടും ഇവിടം വരെ പോയി. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ലെവലായിട്ട് മാറാം. ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയ നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴത്തോട്ടൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഇവിടുന്ന് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് മുകളിൽ വരെ പോയതാണ്, നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലും തൊട്ട് താഴത്തുള്ള ആ ഒരു ലെവലും കൂടെ ചേർത്ത് 2 ലെവലും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറാം. അടുത്തടുത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ രണ്ടിനെയും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് മൂവ്മെൻറ്റുകൾ വന്നൊരു ഏരിയയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ടത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുള്ള ഏരിയ. ഇപ്പം ഇത് മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, മുകളിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ താഴെ വരെ വന്നു. അതേ ഹൈലോട്ട് ചെന്നപ്പോൾ അതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. കാരണം ഒരു ബിഗ് മൂവ്മെൻറ്റ് അവിടെ നിന്ന് വന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി അതിന് മുകളിൽ പോയാലേ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരാം. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിപ്പോയ പോക്കിൽ താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നേരത്തെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേളിൽ പോയി, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേളിൽ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് താപ്പോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും താഴത്തോട്ട് വരാം. അപ്പോൾ താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുക? എവിടെയാണോ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് ഒരു ബിഗ് മൂവ്മെൻറ്റ് പോയത്, ഇപ്പോൾ താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും മേളി വരെ വന്നു, ഇവിടുന്ന് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് താഴെ വന്നേ. അപ്പോൾ ആ ഒരു അവസാനത്തെ ലോയിനെ കട്ട് ചെയ്താണ് മാർക്കറ്റ് താഴെ വന്നത്. ഏത് ലോ? ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു ലോ. എന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു റെസിസ്റ്റൻസ് എടുത്തത് മാർക്കറ്റ്. റെസിസ്റ്റൻസ് എടുത്ത് താഴത്തോട്ട് വന്നു. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ, കാരണം അവിടെ നിന്നാണ് ഒരു ബിഗ് മൂവ്മെൻറ്റ് ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഹൈ ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഹൈക്ക് മേളിൽ കയറിയാലേ മാർക്കറ്റ് വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് പോലും റിജക്ഷൻ ആവാം. ഇനി താഴത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് മേളിൽ വരെ പോയത്. അപ്പം ഈ ഒരു ലോ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താപ്പോട്ടേക്ക് വരാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് താഴെ വന്നു, തിരിച്ച് കയറാൻ നോക്കി ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴെ വന്നു. അപ്പം തിരിച്ച് ചെല്ലുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ, ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. അതിന് മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെക്കാൻ മാർക്കറ്റിന് പറ്റണമെങ്കിലേ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ആ ഒരു ഹൈ വരെയും മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആകാം.
താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിൽ വരെ പോയത്. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ നിന്നാണ് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് പോയ ഏരിയ നമ്മൾ നോക്കിയാൽ. ഓക്കെ, അപ്പോൾ തിരിച്ച് ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആകാം. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോകാം, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴത്തോട്ട് വരാൻ നോക്കാം. അതായിരിക്കണം നമ്മുടെ വ്യൂ. ഇതിപ്പോൾ നമ്മൾ 1 അവറിൽ ജസ്റ്റ് നോക്കിയതാണ്. 5 മിനിറ്റ്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ 5 മിനിറ്റ്സിൽ ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈക്ക് മേളിൽ പോകണം, അല്ലെങ്കിൽ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാം. ഇനി താഴത്തോട്ട് വരുമ്പം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബിഗ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയത് ഈ 5 മിനിറ്റിൽ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ലെവലുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 5 മിനിറ്റ്സിൽ ഒരു എക്സ്ട്രീം ലെവൽ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈയും എക്സ്ട്രീം ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഓരോ പുൾ ബാക്കും അതിനെ നമ്മൾ മൈനർ ഏരിയ എന്നാണ് പറയുന്നത്. മൈനർ ഏരിയ. ഓക്കെ, ഇങ്ങനെ വരുന്ന ഏരിയാസൊക്കെ മൈനർ ഏരിയ ആണ്. അപ്പോൾ 5 മിനിറ്റ്സിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറി പോകാൻ പറ്റണമെങ്കിൽ ആ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് മാർക്കറ്റ് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ താഴത്ത് വന്നിട്ട് ഈ ഒരു ഡബിൾ പാറ്റേൺ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി തിരിച്ചു വന്നപ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴെ വരുന്നില്ല, തിരിച്ച് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് തന്നെ പോകുന്നു, തൊട്ട് താഴത്തുള്ള ലോയിൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോയിൽ പോകുന്നത്, അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോയിൽ പോകുന്നത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ പുൾ ബാക്കുകൾ മൊത്തം മൈനർ ഏരിയാസാണ്. മേജർ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് നല്ലൊരു ബിഗ് ഫോൾ വന്നത്, അതുപോലെ ഇവിടെ നിന്നാണ് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇതൊരു എക്സ്ട്രീം ലെവലാകും, ഈ താഴത്തെ സപ്പോർട്ടും ഒരു എക്സ്ട്രീം ലോ ആകും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച ഏരിയ ആയിരിക്കും, അത് ഏത് ടൈം ഫ്രെയിമിലും നമ്മൾ നോക്കുകയാണെങ്കിലും. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. വേണ്ടിയില്ലേ, ഇവിടുന്ന് ഈ ഒരു ഹൈ വരെ പോയി. അപ്പം എന്തായി, ആ ഒരു ഹൈ വരെ പോയപ്പം ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ഹൈ ആണ്. അവിടുത്തെ താഴത്തോട്ട് വന്നു മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു ലോയിൽ നിന്നാണ് പോയി. അപ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻസ് ലോ ആണ്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ മൈനർ ലോകളാണ്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പോകുന്ന പോക്കും ഹയർ ഹൈ ഹയർ ലോയിലാണ് പോകുന്നത്. തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് വരാതെ തൊട്ട് മേടിലുള്ള ഹൈനെ കട്ട് ചെയ്ത് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് വരാതെ ഇങ്ങനെ ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്, അപ്പോൾ വീണ്ടും മാർക്കറ്റ് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറരുത്, വീണ്ടും ആ ലോയിനെ കട്ട് ചെയ്ത് താഴത്തോട്ട് വരും. അപ്പോൾ ഈ ഇടയിലുള്ള പുൾ ബാക്കുകൾ മൊത്തവും മൈനർ ഏരിയകളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയകൾ ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച ഏരിയ. ഇനി ഒരു 4 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം 1 അവറിൽ നോക്കി, പിന്നെ 5 മിനിറ്റിൽ നോക്കി, ഒരു 4 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ എങ്ങനെ നോക്കാം. എവിടെ നിന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച് അത് നോക്കിയാൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് താഴെ വന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ പോയി, ആ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് ഇത്രയും ദൂരം താഴെ വരെ വന്നത്. ഓക്കെ, ഇത്രയും ദൂരം താഴെ വരെ വന്നു. എന്നിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് കയറാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ലോയിൽ നിന്നാണ് ഒരു ബിഗ് മൂവ്മെൻറ്റ് നേരത്തെ മുകളിലോട്ട് പോയത്. അടില്ലേ, ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ താഴത്തോട്ട് വന്നിട്ട് ഈ ഒരു ലോയിൽ നിന്നാണ് മുകളിൽ വരെ പോയത്. അപ്പോൾ താഴെ വരുമ്പം ഇതൊരു ഇമ്പോർട്ടൻസ് ലോ ആയിട്ട് മാറാം. തിരിച്ച് മുകളിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻസ് ഹൈ ആവും, കാരണം അവിടെ നിന്നാണ് ഒരു ബിഗ് മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്നത്. അതിനിടയിലുള്ളതൊക്കെ 4 അവറിൽ നോക്കുമ്പോൾ മൈനർ ഏരിയാസാണ്. ഈ ഹൈ എന്ന് പറയുന്നത് ഒരു മേജർ ഏരിയ ആവും, ഈ താഴത്തെ ലോ എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആവും. ഓക്കെ, എക്സ്ട്രീം ലെവലുകൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 4 അവറിലാണ് നമ്മളിപ്പോൾ നോക്കിയത്, എവിടെ നിന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ബൈയിങ് പ്രഷർ നടത്തിയിട്ട്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ നടത്തിയിട്ട് മാർക്കറ്റ് ഇവിടം വരെ വന്നു.
ഈ ഒരു ലോ വരെ വന്നു. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് മാർക്കറ്റ് കയറുമ്പോൾ ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻസ് ഹൈ, ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്ന ഏരിയ, ആ ഹൈ റെസിസ്റ്റൻസ് ആകാം. അതിന് മുകളിൽ പോയാലേ മാർക്കറ്റിന് മുകളിലോട്ട് പോത്തോളും. അതുപോലെ ഇവിടെ നോക്കുമ്പം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറാൻ നോക്കി, അവിടുന്ന് താഴത്തോട്ട് വന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ അതും ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. എവിടെ നിന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഏരിയകളിൽ പോയിട്ട് ട്രേഡ് നോക്കരുത്. ഇപ്പം 4 അവറിലാണിത്. ഇപ്പോൾ 4 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നും തുടങ്ങി താഴെ വന്നു, ഇവിടെ നിന്നൊരു ബൈയും പ്രഷർ താഴെ വന്നു, ഇവിടെ നിന്നൊരു ബൈയും പ്രഷർ താഴെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഏരിയ ഏതാണ്? ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്, ഈ ഒരു ഹൈ. അപ്പോൾ ആ ഒരു ഹൈക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ചെല്ലുമ്പം താഴോട്ടൊരു ട്രേഡ് നോക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ ചെല്ലുമ്പം താഴോട്ടൊരു ട്രേഡ് നോക്കാൻ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ചെല്ലുമ്പോൾ അതൊരു ഒരു നല്ലൊരു കൺഫർമേഷനായിട്ട് നമുക്കൊരു ഹൈയോ ലോയോ കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ഇടയിൽ വെച്ച് എടുക്കുന്നത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം വേണം ഇടയിൽ വെച്ചൊക്കെ ട്രേഡ് എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ കണക്കുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ച ഏരിയകളെ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് കാണുക, ഇങ്ങനെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഏരിയകൾ നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ നിന്നല്ലേ, ഇവിടെ നിന്നാണ് മാർക്കറ്റിങ് മേളി വരെ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് 4 അവറിൽ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറാം. ഈ ഒരു ലോയിൽ വരുമ്പോഴോ ലോയ്ക്ക് അടുത്ത് വരുമ്പോഴൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് മാറാം. 4 അവറിൽ നോക്കുമ്പോൾ ഈ ഒരു ഹൈയിൽ നിന്നാണ് ഇതിഞ്ഞ് ഇവിടം വരെ വന്നത്. അപ്പോൾ തിരിച്ച് മേളിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ഹൈ ആകാം. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരാം, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്താൽ മേപ്പോട്ട് പോകും. അതിനിടയിൽ നടക്കുന്ന ഈ മൂവ്മെൻറ്റ്സുകളൊക്കെ മൈനർ ഏരിയകളാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വന്നു, തിരിച്ച് പുൾ ബാക്ക്, താഴെ വന്നു, പുൾ ബാക്ക്, താഴെ വന്നു. അപ്പോൾ ഈ ഹൈ എന്ന് പറയുന്നത് ഒരു മൈനർ ഹൈ ആണ്, തൊട്ട് മേളിലുള്ള ഹൈയും മൈനർ ഹൈ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് മുകളിൽ മാർക്കറ്റ് കയറണം ഇനി മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഹൈയിൽ നിന്ന് പോലും മാർക്കറ്റ് താഴത്തോട്ട് വീഴാം. അതാണ് ഒരു ഇമ്പോർട്ടൻസ് ഏരിയ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് മേളി വരെ പോയി. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുമ്പം ഈ ഒരു ലോയിൽ നിന്നാണ് പോയത്. അപ്പോൾ ഈ ഒരു ലോ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. അതിന് താഴത്ത് അവിടെ എത്തുമ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവുകയോ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാലാണ് വീണ്ടും താഴത്തോട്ട് പോകാൻ സാധിക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ട് താഴത്ത് ക്ലോസ് വെച്ച് പോയാൽ. അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് പോലും തിരിച്ച് കയറാം. അതുപോലെ ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് സംഭവിച്ചത്, ഈ 4 അവറിൽ നോക്കുമ്പോൾ ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് ഇങ്ങ് താഴെ വരെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ഹൈ ആകും. ഇതാണ് ഒരു ഇമ്പോർട്ടൻസ് ഏരിയ നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്കാൽപ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ 3 മിനിറ്റിൽ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് നോക്കുന്നവരുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഏരിയ നമ്മളെങ്ങനെ നോക്കാൻ പറ്റും നോക്കുക. ബിഗ് മൂവ്മെൻറ്റ് എവിടെ നിന്നാണോ ആരംഭിച്ചിരിക്കുന്നത് ആ ഒരു ഏരിയ തന്നെ ഇത് എല്ലാ ടൈം ഫ്രെയിമിലും വർക്കൗട്ട് ആവുന്നതാണ്. കണ്ടില്ലേ, മേളിൽ നിന്നും താഴത്തോട്ട് വന്ന് ഇത് 1 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ പോയത്. അപ്പോൾ തിരിച്ച് താഴത്ത് വരുമ്പോൾ 1 മിനിറ്റിൽ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ലോ ആണ്. അത് നല്ലൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ മേളിൽ നോക്കുമ്പോൾ ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ച് മേപ്പോട്ട് ചെല്ലുമ്പോൾ ആ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറാം. ഓക്കെ, അതിനിടയിൽ നടക്കുന്നതൊക്കെ മൈനർ ഏരിയകളാണ് ഈ 1 മിനിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള ഏരിയകൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്നും മേളി വരെ പോയി, ഇവിടെ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന്
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങ് മേളി വരെ പോയിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ബിഗ് മൂവ്മെൻറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് മാറാം. ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത് അവിടെയാണ്, അവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് മൂവ്മെൻറ്റുകൾ, ഒരു നല്ലൊരു ബൈയും പ്രഷർ വന്നിട്ട് ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന ഏരിയ ഒക്കെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ 1 മിനിറ്റിൽ നോക്കുമ്പോൾ എന്നാണ്ട് ഇവിടെ നോക്കാം, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇത്രയും ദൂരം താഴെ വന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ചു ചെല്ലുമ്പം ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ, ഒരു ഇമ്പോർട്ടൻസ് ഹൈയാണ്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ മൈനർ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ പുൾ ബാക്കുകളുണ്ട്, അതൊക്കെ മൈനർ ഏരിയകളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഏരിയ നോക്കുന്നത് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയ, നല്ലൊരു ബൈയും പ്രഷറോ നല്ലൊരു സെല്ലിംഗ് പ്രഷറോ വന്നിട്ട് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ബൈയും പ്രഷർ പോയ ഏരിയ. അപ്പോൾ തിരിച്ചു വരുമ്പം ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഇത് നമ്മൾ മേജർ ഏരിയകൾ നോക്കുന്നതാണ്, നല്ല ഇമ്പോർട്ടൻസ് ഏരിയ. പിന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടുന്നത്. ഇത് ഞാനിവിടെ ഇമ്പോർട്ടൻസ് ഏരിയകൾ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ട്രെൻഡ് എങ്ങോട്ടാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഏരിയ നോക്കുന്നത് എങ്ങനെയാണ്, ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയ നിങ്ങൾ നോക്കിയാൽ മതി. എവിടെ നിന്നാണോ നല്ലൊരു ബൈയും പ്രഷർ പോയിരിക്കുന്നത് അതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് 1 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ലോയിൽ നിന്നും മാർക്കറ്റ് ആ ഹൈ വരെ പോയി. അപ്പോൾ ഈ 1 മിനിറ്റ് നോക്കുമ്പോൾ ഈ ഒരു ലോ ഒരു ഇമ്പോർട്ടൻസ് ലോ ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അതിനിടയിലുള്ള പുൾ ബാക്കുകൾ ഉണ്ടോ, അതൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള ഇതിലാണ് പോകുന്നത്. മൈനർ ഏരിയകളാണ് ഈ ഇടയിലുള്ള പുൾ ബാക്കുകളൊക്കെ. ഓക്കെ, തിരിച്ച് മേളിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻസ് ഹൈ ആയിട്ട് ആക്ട് ചെയ്യാം. എവിടെയാണോ ഇതുപോലുള്ള ബിഗ് മൂവ്മെൻറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്, നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചു, കണ്ട് ഇവിടെ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് ഇവിടെ നിന്നാണ് മേളി വരെ പോയി. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് വരുമ്പം ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ. ഓക്കെ, ഇത് 1 മിനിറ്റിലാണ്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടുന്ന് 1 മിനിറ്റിൽ മേളി വരെ പോയി, തിരിച്ച് ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടാണ് ഈ ഒരു ഹൈ വരെ പോയത്. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ലോ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്ന, നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നോക്കുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ബിഗ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഏരിയ. അപ്പോൾ ഇങ്ങനെ ഇതേ കണക്ക് പോയിട്ട് നിങ്ങൾ എല്ലാ ടൈം ഫ്രെയിമിലും പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കാം, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ഒക്കെ നോക്കിയിട്ട് മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ അതിനനുസരിച്ച് വേണം ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഈ ലെവലുകൾ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് പോകാം, റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം, അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഡൗണിലേക്ക് വരുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഇതുപോലുള്ള എക്സ്ട്രീം ലെവലുകളെ നോക്കുക, എക്സ്ട്രീം ലെവലുകളിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്യാനും മാർക്കറ്റിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇടയിൽ വെച്ച് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഇതുപോലുള്ള ഇമ്പോർട്ടൻസ് ഏരിയകൾ വരുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നോക്കുക. നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിം ഏതാണോ, ഓവറോൾ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് ഇതുപോലുള്ള ഇമ്പോർട്ടൻസ് ഏരിയകൾ കണ്ടെത്തിയിട്ട് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ നോക്കി പറഞ്ഞ് കാണിച്ച കണക്ക് തന്നെ നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.